ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ജനങ്ങൾ തീരുമാനിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. BS മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഒരാളാണ് പിണറായി വിജയൻ. BS വളർത്തിക്കൊണ്ടുവന്നവരല്ലാതെ രാഷ്ട്രീയത്തിൽ ആരുള്ളത്? തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അങ്ങോട്ട് ചെല്ലുക. അന്ന് ഇദ്ദേഹം ഒരു പിളർപ്പിലേക്ക് പോയാൽ മതിയായിരുന്നു. എന്നാൽ ആ പാർട്ടി അവിടെ തീരുമായിരുന്നു. കേരളത്തിലെ സ്ത്രീ പീഡകരുടെ, കുട്ടികളെ പീഡിപ്പിക്കുന്നവരുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു VS അച്യുതാനന്ദൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. സഖാവ് VS അച്യുതാനന്ദൻ ചുടുകാട്ടിലേക്ക് എടുക്കാൻ ഇനി ഏതാനും സമയങ്ങൾ മാത്രമാണ് ബാക്കി. ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സഖാവ് VS വീണ്ടും സ്മരിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? സഖാവ് VS അന്ത്യയാത്ര കേരളം കണ്ട ഏറ്റവും വലിയ അന്ത്യയാത്രയാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. EMS കണ്ടിട്ടുണ്ട്, നായനാരത് കണ്ടു, ചടയം ഗോവിന്ദൻ്റെ കണ്ടു, ഉമ്മൻചാണ്ടിയുടേത് കണ്ടു, PT തോമസിൻ്റെ കണ്ടു. ഇതൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്ത്യയാത്രകളായിരുന്നത്. പക്ഷേ VS ജനങ്ങൾ കൊടുത്ത അന്ത്യാഭിവാദ്യം ഇനി ഈ കേരളത്തിൽ ഒരാൾക്കും കിട്ടാനും പോകുന്നില്ല. കാരണം ഒന്ന്, ആളുകൾക്ക് ഈ രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ലാത്തൊരു സമൂഹമായിട്ട് മാറുക. അങ്ങനെ വരുന്നൊരു കാലത്ത് ഒരു ഫൈറ്റർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരവും മാത്രമല്ല, ഇന്ന് ഓരോരുത്തർ പറഞ്ഞ ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, എനിക്ക് ആകെ സംശയം ഉണ്ടായിരുന്നത് നമ്മളെ റഹീം അവിടെ പോയിട്ട് ജോറാണേ ജോറാണേ VS അച്യുതാനന്ദൻ ജോറാണേ എന്ന് പാട്ട് പാടുമെന്നോ, അതല്ലെങ്കിൽ സുജയ അന്ന് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ കാണിച്ച പോലെ വണ്ടിക്കകത്ത് കയറിയിട്ട് മോണാക്ട് കാണിക്കും എന്നുള്ളതുണ്ടായിരുന്നു. അത് നടന്നില്ല. എന്തായാലും വളരെ മാന്യമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും പോയി. അപ്പോഴും റഹീം എയറിലേറിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ VS അച്യുതാനന്ദന്റെ മൃതശരീരം വഹിച്ചുകൊണ്ട് AKG സെന്ററിലേക്ക് വരുന്ന ആംബുലൻസിന്റെയും ജനസഞ്ചയത്തിന്റെയും ഒക്കെ ഫോട്ടോ എടുത്ത് ഒരു ഫയർ ഇട്ടിട്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഇപ്പം VS വിറ്റ് ജീവിക്കണമല്ലോ ഇവർക്കൊക്കെ. കാരണം VS സ്വീകാര്യത ഇത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർ പോലും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ സംസ്ഥാന കമ്മിറ്റിക്കകത്തിരിക്കുന്ന ഈ പൊട്ടന്മാരൊന്നുമല്ല ഈ പാർട്ടി എന്ന് പറയുന്നത്. ഇവിടുത്തെ നാട്ടിലെ സാധാരണ പാർട്ടി മെമ്പർമാർ, പാർട്ടി അനുഭാവികൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, അവരുടെ ഹൃദയത്തിൽ പിണറായി അല്ല മുഖ്യമന്ത്രി സ്ഥാനത്ത്. അവർ കണ്ടിരുന്നത് VS അച്യുതാനന്ദനെയാണ്. സത്യത്തിൽ 2016 വെട്ടാൻ നോക്കി ഫൈറ്റ് ചെയ്താണ് പിന്നെ പുള്ളി വരുന്നത്. ജനങ്ങളാണ് കൊണ്ടുവന്നത്. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ജനങ്ങൾ തീരുമാനിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 2011-ലും 2016-ലും ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ തന്നെയായിരുന്നു ഒരു മുഖ്യമന്ത്രിയായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ 2016 ഒരു കാവ്യനീതി എന്ന രീതിയിൽ അദ്ദേഹത്തെ തന്നെ ആക്കുകയും, എന്നിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ആ സമയത്ത് മാറ്റായിരുന്നു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം തന്നെ രാജിവെക്കുമല്ലോ. അദ്ദേഹം പിന്നെ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം അവസാനം ഘട്ടത്തിൽ രാജിവെച്ചല്ലോ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തെ നിർത്തി ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുമ്പോൾ സെക്കൻഡ് ടൈം കൊടുക്കാൻ പാടില്ല എന്നല്ലോ, മന്ത്രിമാർക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ ഈ VS കുറിച്ച് പറയുമ്പോൾ VS എന്തെല്ലാം പേരാ വന്നിട്ടുള്ളത്? വർഗീയവാദി എന്നുള്ള പേര് വന്നിട്ടുണ്ട്. ഈ മൗദൂദികൾ, ജമാഅത്ത് ഇസ്ലാമിക്കാർ, അതായത് മലപ്പുറം ജില്ലയ്ക്കകത്ത് വർഗീയ സംഘടനകൾക്കെതിരെ പിന്നെ കടന്നു വരുന്നു, തീവ്രവാദം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഒറ്റയടിക്ക് പിന്നെ ഇയാളെ വർഗീയവാദിയാക്കി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിനകത്ത് ഇന്നലെ ഇരുന്ന് ദാവൂദ് ഇബ്രാഹിമും ടീമും കൂടെ ഇരുന്നിട്ട് അടുപ്പൂട്ടി ചർച്ചയ്ക്കകത്ത് അദ്ദേഹം വർഗീയവാദിയല്ല എന്ന് പറയുന്നു. ഇവന്മാരൊക്കെ പ്ലേറ്റ് മാറ്റുകയാണ്. മാത്രമല്ല, വെള്ളാപ്പള്ളിയുടെ ഏറ്റവും വലിയ ശത്രുവാര് ഇവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ BJPക്കാർ പറയാത്ത വൃത്തിയായിട്ട് വർഗീയത പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി അച്ഛനാണ്. ആ വെള്ളാപ്പള്ളിയുടെ ഏറ്റവും വലിയ ശത്രുവാരാ VS അച്യുതാനന്ദനാണ്. ഒരു കാലത്ത് നല്ല ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇയാൾ ഇവിടെ മൈക്രോ ഫിനാൻസിനും ബാക്കിയുള്ള പരിപാടിക്കും പിന്നെ ആ വൃത്തികേടുകൾക്കൊന്നും മറ്റേ ആളെ കിട്ടത്തില്ല. പിണറായിക്ക് വേണ്ടി VS പള്ളു പറയുന്ന പരിപാടിയായിരുന്നു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ. VS നല്ല പോലെ പറഞ്ഞിട്ടുള്ള ആളാണ്. വെള്ളാപ്പള്ളിയൊക്കെ അവിടെ പോയിട്ട് കണ്ടോന്ന് എനിക്കറിയത്തില്ല. പേടിയുണ്ടാവും പോകാൻ, ആൾക്കാരെ പേടിയുണ്ടാവും. അങ്ങനെയുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ കരുണാനിധിയുടെ മരണത്തിലും ബിജു പട്നായിക്കിൻ്റെ മരണത്തിലുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത അന്ത്യയാത്രകൾ നടന്നത്. അതിന് തുല്യമായി കേരളം കണ്ട ഏറ്റവും സ്ത്രീകളുടെ, കുട്ടികളുടെ, കൊച്ചു കുഞ്ഞുങ്ങളെ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുക. മുദ്രാവാക്യം വിളികളുടെ ഒരു സജീവതയുണ്ടല്ലോ. ശബ്ദം മണിക്കൂറുകളോളം നിന്നും മനുഷ്യൻ ചൊണ്ട പൊട്ടുന്ന ശബ്ദത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുക. ഇത്രയധികം എല്ലാവരും മുദ്രാവാക്യമൊക്കെ വിളിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആര് മരിക്കുമ്പോഴുണ്ട് ഒക്കെ ഉണ്ടാവും. ഉമ്മൻചാണ്ടിക്ക് കിട്ടി, PT തോമസിന് കിട്ടി, നായനാർക്ക് കിട്ടി, ചടയം ഗോവിന്ദന് കിട്ടി, EMS കിട്ടി, ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്ര കണ്ട് സ്ത്രീ പങ്കാളിത്തമുള്ള, അത് 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സംഭവം യാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഫുള്ളായിട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം അന്തം വിട്ടുപോയി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പാർട്ടിക്കാർ പോലും പലരും എന്താണെന്ന് വെച്ചാൽ പലതും പറയാത്തതാണ്. പക്ഷേ ഇന്ന് ചില ആൾക്കാർ പറയുന്നു പിന്നെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ മരണപ്പെട്ടു എന്നൊക്കെ പറയുന്ന ആൾക്കാർ പച്ചയ്ക്ക് പറയുക. ചിലത് ബൈറ്റ് കൊടുക്കുമ്പോൾ അത് പാർട്ടി മെമ്പർമാരല്ലാത്തവരാണ്. ഇത് EMS മരിച്ചപ്പോഴും AKG മരിച്ചപ്പോഴും ചടയൻ ഗോവിന്ദൻ മരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് CPM സൈബർ മുഖങ്ങളിൽ നിന്ന് ഉയരുന്ന വാദം. അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ, ഓരോ കമ്മ്യൂണിസ്റ്റ് മരിക്കുമ്പോഴും 1000 കമ്മ്യൂണിസ്റ്റുകൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്നൊക്കെയാണ് പുതിയ പറഞ്ഞത്. ഉയർത്തെഴുന്നേൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഇതാണല്ലോ. വിമാനത്താവളത്തിന്റെ വിള ചോദിക്കാൻ വേണ്ടി പോകുന്ന ജയിക്കും, ഞാൻ ചെഗുവേരയുടെ കൂടെയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ക്യൂബയുടെ അപ്പോൾ ഇവന്മാരൊന്നും ഉയർത്തെഴുന്നേൽക്കാതിരിക്കുകയാണ് നല്ലത്. അവർ വേറെ വല്ല പണിക്കും പോയി കഴിഞ്ഞാൽ പാർട്ടി ചിലപ്പോൾ കുറച്ച് നന്നാവും.
ഇവർ ലിഫ്റ്റ് ചെയ്യുന്ന രീതി ഇപ്പം അങ്ങനെയാണ് പാർട്ടിക്കകത്ത്. അതേസമയം VS കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു? VS കൊണ്ടുവന്നപ്പം പിന്നീടാണ് ഇവരൊക്കെ വഴിതെറ്റി പോകുന്നത്. ഓരോരുത്തരെയും കണ്ടെത്തി കൊണ്ടുവന്നിട്ടുള്ളത് VS ആ. മത്തായി ചോക്ക പരിശോധന മത്തായി ചാക്കോ VSന്റെ പ്രൊഡക്റ്റ് ആയിരുന്നു. ശശിധരൻ VSന്റെ പ്രൊഡക്റ്റ് ആയിരുന്നു. ശശിധരൻ്റെ ഒന്നും കാലിബർ ഉപയോഗിച്ചില്ല. DYP സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് എടുത്ത് തരം താഴ്ത്തി ഇട്ടിട്ട് ലോക്കലിൽ പിന്നെ ഏരിയ കമ്മിറ്റിയിലും കൊണ്ടുപോയി കാലങ്ങളോളം ഇട്ടു. കാരണം എന്താ വെച്ചാൽ പുള്ളിക്ക് ബുദ്ധിയുണ്ട്, പുള്ളിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. പുള്ളിയെ പൊതുയോഗങ്ങൾക്ക് വിളിക്കരുതെന്ന് പാർട്ടി കമ്മിറ്റികൾക്ക് വിലക്ക് കൊടുത്തു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ പ്രഭാഷകൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കമ്മിറ്റിയിലൊന്നും പറയാതിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ കണ്ട ഒരു യുവതി ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയാണ്. എൻ്റെ പാർട്ടി വേറെയാണെങ്കിലും എനിക്ക് VS സഖാവിനെ ഭയങ്കര ഇഷ്ടമാണ് പറയുന്നത്. എൻ്റെ നാട്ടിൽ നിന്നൊക്കെ BJPക്കാർ പോയിട്ടുണ്ട്, ലീഗുകാർ ചിലർ പോയിട്ടുണ്ട്. അത് VSനോടുള്ള വ്യക്തിപരമായി VSലെ പോരാളിയോടുള്ള ഇഷ്ടമാണ്. അത് കേരളത്തിൽ വലിയൊരു എഫക്റ്റായിരുന്നു. അത് നമ്മൾ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റേത് ഭരണം നഷ്ടപ്പെടുമ്പോൾ സാധാരണഗതിയിൽ അത്യാവശ്യം നല്ല മാർജിനിലാണ് നഷ്ടപ്പെടാറുള്ളത്. എന്നാൽ 2011 VSന്റെ മന്ത്രിസഭയ്ക്ക് ശേഷം വീണ്ടും വരുന്ന ഇലക്ഷനിൽ ചെറിയ കളികൾ കളിച്ചുകൊണ്ടാണ് തോറ്റുപോയത്. ഇല്ലാന്നുണ്ടെങ്കിൽ അന്ന് 2 സീറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. അപ്പം അങ്ങനെ പോകാൻ കഴിഞ്ഞ ഒരാളാണ് VS. വേറൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, ഇവർ വർഗീയവാദി എന്ന് വിളിക്കുന്നു. പത്മനാഭ സമിക്ഷേത്രത്തിലെ വിഷയത്തിൽ ഇദ്ദേഹം സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ ആരും മുസ്ലിം വർഗീയവാദിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇവരെ ഇവിടെ മലപ്പുറത്ത് തീവ്രവാദം വളരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇയാളെ ഹിന്ദു തീവ്രവാദിയാക്കുന്നു. വേണ്ട, പശു അമ്മയാണെങ്കിൽ കാള അച്ഛനാന്ന് പറഞ്ഞ ആളാ. അങ്ങനെ പറയാൻ ഇന്ന് ഇന്ത്യയിൽ ആരുണ്ട്? ആർജവം കാണിക്കുന്ന വേറൊരാളില്ല. അങ്ങനെ പച്ചയ്ക്ക് പറയാനുള്ള ആർജവം കാണിക്കുന്നത് അത് എന്താ ഡയലോഗാ. ഇദ്ദേഹത്തിന്റെ ഈ ചില സമയത്ത് ചില സാധനങ്ങൾ ഇട്ട് കൊടുക്കും. ഇദ്ദേഹം ഒരു വട്ടം മോദിയുടെ അടുത്ത് മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം നടക്കുമ്പം, പുള്ളി ഇവിടുത്തെ CM ആണ്, മോദി അവിടുത്തെ CM ഗുജറാത്തിലെ, ഒരുമിച്ച് ഒന്ന് ഫോട്ടോ എടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ശരിയേടാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ നിലപാടുള്ള ഒരു വ്യക്തി തന്നെയാണ് VS അച്യുതാനന്ദൻ എന്നുള്ളത് എനിക്ക് അഭിമാനം തോന്നുന്നത്. കാരണം എന്താ കാര്യം അറിയോ, ജഗതി ശ്രീകുമാറിന് സംസ്ഥാന ഫിലിം അവാർഡ് ലഭിക്കുന്നു. ആ വേദിയിൽ അദ്ദേഹം കൊടുക്കാൻ തയ്യാറായില്ല. അന്ന് അദ്ദേഹം വിതുര പെൺവാണിഭ കേസിൽ ജഗതി ശ്രീകുമാർ സംസ്ഥാന അവാർഡല്ല, വേറെന്തോ ഫംഗ്ഷനിലേക്ക് വിളിക്കുക, എന്തും ആയിക്കൊള്ളട്ടെ. പക്ഷേ ജഗതി ശ്രീകുമാർ പങ്കെടുക്കുന്ന വേദിയിലേക്ക് ഞാനില്ല. അദ്ദേഹം ഒരു പ്രതിയാണ്. കേരളത്തിലെ സ്ത്രീ പീഡകരുടെ, കുട്ടികളെ പീഡിപ്പിക്കുന്നവരുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു VS അച്യുതാനന്ദൻ. അതുകൊണ്ടാണ് ഈ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും വലിയ ഒഴുക്ക്. ഈ അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു അപ്പൂപ്പിനോട് ഇത്ര വലിയ ഇഷ്ടം ഉണ്ടാകുന്നത്. 6 വയസ്സ് 7 വയസ്സുള്ള പിള്ളേർ വരെ നിന്നിട്ട് ഈ ഫോട്ടോയും പിടിച്ചിട്ട് മുദ്രാവാക്യം വിളിക്കുക, അലറി വിളിക്കുക. അപ്പോൾ ഇവർ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് VSന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ആ പിള്ളേർക്ക് പിന്നെ 6 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് 1 വയസ്സുള്ളപ്പോൾ തൊട്ട് VS രോഗിയായി കഴിഞ്ഞു. VSനെ കാണുന്നില്ല. അത് ഇന്നത്തെ കാലത്ത് പത്രം പോലും വായിക്കുന്നില്ല. എനിക്ക് ജനൻ TVക്കകത്ത് അനിൽ നമ്പ്യാരാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ VS അച്യുതാനന്ദനെ കാണാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരാണ് കൂടുതലായിട്ട് വരുന്നത്. എന്താണ് കാരണം? നമ്മൾ കണ്ട് ശീലിച്ച പരമ്പരാഗത രാഷ്ട്രീയ രീതികളിലൊന്നും താല്പര്യമില്ലാതെ കാലത്തിന്റെ ഓരോ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത്. ഇപ്പം മൈക്രോസോഫ്റ്റിന്റെ കയ്യിൽ ബാക്കിയുള്ള ഈ സംവിധാനങ്ങളെല്ലാം കിടക്കുന്ന കാലത്ത് പുള്ളി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് കുറിച്ചിട്ടുള്ള ആലോചനകളിലൂടെ അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്. ഹിന്ദി പഠിക്കാൻ ഒരു അധ്യാപകരെ വെച്ചിട്ട് 2 വർഷം ഹിന്ദി പഠിച്ചു. അങ്ങനെ വരെ ചെയ്തു. ഈ പ്രായത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ കാറിൽ നടക്കുമ്പോൾ പിന്നെ 10-400 പോലീസുകാരെയും കൊണ്ട് കുറേ വണ്ടിയുടെ അകമ്പടിയോടും കൂടി പോവുക. എന്നിട്ട് പറയുകയും ചെയ്യും, ഞാൻ ഊരിപ്പിടിച്ച വാളിൻ്റെ നടുവ് കൂടി പോയി. അപ്പോൾ പിന്നെ ഊരിപ്പിടിച്ച വാളിൻ്റെ നടുവ് കൂടി പോയെന്ന് പറഞ്ഞ ആൾക്ക് പക്ഷേ കരികൂടി കണ്ടാൽ പേടിയാണ്. അതേസമയം ഇദ്ദേഹം ഈ അട്ടയുടെ കടിയും കൊണ്ടാണ് മതികെട്ടാമലയിലേക്ക് പോയത്. ആ പ്രായത്തിലാണ് പോണേ. ശബരിമലയ്ക്ക് ഒരു പ്രാവശ്യം പോയത് 4.5 കിലോമീറ്റർ കണ്ട് നടന്നാണ് പോയത്. ഇടയ്ക്ക് ഇരിക്കാൻ വേണ്ടി ഇവർ പോലീസുകാരൊക്കെ കസേരയിട്ട് കൊടുക്കുമ്പോഴും വേണ്ടാന്നാണ് പറഞ്ഞത്. നടന്നുപോയി. കൂടെ നടന്നവർ തളർന്നു. അങ്ങനെയുള്ള ഒരു പോരാളിയായിരുന്നു. ഈ സുഖസൗകര്യങ്ങൾ എന്ന് പറയുന്നത്, കാരണം ചെറുപ്പത്തിൽ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗുണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ രസമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 4 വർഷത്തോളം മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്ന TKMC ഒക്കെ പാർട്ടിയിലോട്ട് കൊണ്ടുവന്ന സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന സീതാലിക്കുട്ടിയുണ്ട്, K സീതാലിക്കുട്ടിയൊക്കെ മലപ്പുറത്തെ ഒരു മന്ത്രിയായിരുന്നു. ആ രീതിയിലാണ് പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പുള്ളിയുടെ അടുത്ത് വരുന്നത്. ഈ സീതാലിക്കുട്ടി VSന്റെ ഭയങ്കര എതിരാളിയായിരുന്നു. സീതാലിക്കുട്ടി ആദ്യം നായനാരുടെ കൂടെയായി, പിന്നെ പിണറായിയുടെ കൂടെയായി. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് 2005 സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് വെച്ച് നടന്നപ്പോഴാണല്ലോ ഈ മത്സരം 13 പേര് പാനലിൽ മത്സരിക്കുന്നത്. പ്രദീപ് കുമാറും PR വസന്തനും ഈ ടീമെല്ലാം കൂടി മത്സരിക്കുന്നത്. ആ മത്സരിക്കുമ്പം പുള്ളി മുന്നോട്ട് വെച്ചിട്ടുള്ള സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനൽ ഒഴിവാക്കാം. പാനൽ ഒഴിവാക്കുമ്പം ഈ പാനലിനകത്ത് TKMC മത്സരിക്കാൻ തയ്യാറായിരുന്നു. പുള്ളിക്ക് സ്റ്റേറ്റ് കമ്മിറ്റി കയറണമെന്നുണ്ടായിരുന്നു. എല്ലാ സ്ഥാനത്തും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പം മത്സരിക്കാൻ പറഞ്ഞാൽ, പഞ്ചായത്തിലോട്ട് മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. കാരണം അങ്ങനെ താല്പര്യമുള്ള ആളാണ്. TKMCയോട് പക്ഷേ സീതാലിക്കുട്ടി പറഞ്ഞു അതിൽ നിന്നേക്കെടുത്തെന്ന് പറഞ്ഞു. പിന്നെ അംസാക്ക അതിന് നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് TKMC പിന്നീട് അതിന് ഒഴിവാകുന്നത്. ആ സമ്മേളനത്തിൽ അങ്ങനെ ഒരു നീക്കം നടന്നപ്പം അന്ന് VSന്റെ ടീമിന് മുന്നോട്ട് വെച്ച പ്രപ്പോസൽ ഇത്രയേ ഉള്ളൂ.
ഐസക്കിനെയും ശശിയെയും പുറത്തു നിർത്തുക എന്നാ പറയുന്നത്. അന്ന് അവരെ ചെയ്തില്ല. ഔദ്യോഗിക പാനലിൽ വിജയിക്കുകയും ചെയ്തു. ക്രോസ് വോട്ടിംഗ് ഒക്കെ നടന്ന് വിജയിച്ചു. ഇവരെ പാനലിൽ തോറ്റുപോയി. പിന്നെ മത്സരിച്ചവർക്കൊക്കെ എതിരെ നടപടികളും കാര്യങ്ങളുമായി VS സൈഡാവുന്നു. പക്ഷേ ശശിയെ പുറത്താക്കണം എന്ന് പറഞ്ഞത് പിന്നീട് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലോട്ട് തരം താഴ്ത്തേണ്ടി വന്നു. VS ആളുകളെ മനസ്സിലാക്കും. VSന് മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഒരാളാണ് പിണറായി വിജയൻ. കാരണം വിശ്വസ്തനായിരുന്നു, വളർത്തിക്കൊണ്ടെന്നു എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തു. VS വളർത്തിക്കൊണ്ടുവന്നവരല്ലാതെ രാഷ്ട്രീയത്തിൽ ആരുള്ളേ? 2006 പുള്ളിക്ക് പറ്റിയ ഒരു അബദ്ധം, ആദ്യം സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ മുഴുവൻ പ്രകടനങ്ങൾ വരുന്നു, പാർട്ടിക്കാർ പ്രകടനം നടത്തുന്നു. ഞങ്ങളവിടെയൊക്കെ ഞാനൊക്കെ ഒരുപാട് ഓപ്പറേഷൻസ് നടത്തി. പക്ഷേ ഞാൻ LC സെന്ററിലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രകടനത്തിന് നിൽക്കാൻ പറ്റില്ല, പ്രത്യക്ഷമായിട്ട് വരാൻ പറ്റത്തില്ല. പക്ഷേ വിളിച്ച് പ്രകടനം നടക്കണം എന്നുള്ള ഉറപ്പ് വരുത്തി നമ്മൾ ആ പണി നടത്തിയിട്ടുണ്ടെന്ന്. അവിടെ ഈ പരിപാടി കേരളത്തിൽ വ്യാപകമായി നടന്നു. പൊതുജനങ്ങൾ ഇറങ്ങി, സ്ത്രീകൾ ഇറങ്ങി. ആ സമയത്ത് ഇദ്ദേഹം പാർട്ടി വിട്ടുപോരണമായിരുന്നു. കാരണം ഇങ്ങനെ ഇദ്ദേഹം ഈ സംസ്ഥാന കമ്മിറ്റി കൂടി ഇദ്ദേഹത്തിന് പാനലിൽ ഉൾപ്പെടുത്താതിരുന്നപ്പം പ്രഭാകരൻ സഖാവിനെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ, പ്രഭാകരൻ സഖാവ് നല്ല സഖാവ് കേട്ടോ, മലമ്പുഴയിൽ ഇപ്പോഴത്തെ MLA. പക്ഷെ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് നമ്മുടെ സിന്ധു സൂര്യകുമാറൊക്കെ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ അവിടുന്ന് ലൈവ് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് VS ആളായത്. ജനം തെരുവിലിറങ്ങിയപ്പോൾ VS ആളായി. പക്ഷെ VS എന്ത് നിലപാടെടുക്കുന്നുള്ള ആശയക്കുഴപ്പത്തിലേക്ക് പോയിരുന്നു. മേഴ്സിക്കുട്ടിയമ്മ ചെല്ലുന്നു, ഇവിടുന്ന് ചന്ദ്രൻപിള്ള ചെല്ലുന്നു, ദിനേശ് മണി ചെല്ലുന്നു, ഗോപി കോട്ടമുറിക്കൽ ചെല്ലുന്നു, പ്രദീപ് കുമാർ ചെല്ലുന്നു, PR വസന്തൻ ചെല്ലുന്നു, NN കൃഷ്ണദാസ് ചെല്ലുന്നു, ശശിധരൻ ചെല്ലുന്നു. മൊത്തം ആൾക്കാർ അന്നങ്ങോട്ട് ഓടിച്ചെന്നു. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അങ്ങോട്ട് ചെല്ലുക. അന്ന് ഇദ്ദേഹം ഒരു പിളർപ്പിലേക്ക് പോയാൽ മതിയായിരുന്നു. എന്നാൽ ആ പാർട്ടി അവിടെ തീരുമായിരുന്നു. കാരണം അങ്ങനെ അദ്ദേഹം ഒരു പിളർപ്പിലേക്ക് പോവുകയും സ്വന്തമായൊരു പാനലുണ്ടാക്കി മത്സരിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ കേരളത്തിലെ NDA മുന്നണിയിൽ നിന്നും UDF നിന്നും LDF നിന്നും CPI അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ നിന്നിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട്, കാരണം ഒരു രക്തസാക്ഷിയുടെ പരിവേഷം കൂടെ കിട്ടിയിരുന്നു. അത്രയും അധ്വാനിച്ച ഒരു പ്രതിപക്ഷ നേതാവിന് ആ സമയത്ത് നിന്നിരുന്നെങ്കിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയോടെ തീരുമായിരുന്നു. CPM-നകത്തുനിന്ന് പ്രവർത്തകരുടെയും മെമ്പർമാരെയും വലിയൊരു ഒഴുക്ക് ആ പാർട്ടിയിലേക്ക് ഉണ്ടാകുമായിരുന്നു. നല്ലൊരു പാനൽ വെച്ച് മത്സരിച്ച് വന്നിരുന്നെങ്കിൽ ഫ്രോഡ് ടീമിനെ മുഴുവൻ സൈഡാക്കാൻ പറ്റുമായിരുന്നു. അന്ന് ആ ഒരു ബുദ്ധിപരമായ തീരുമാനത്തിലേക്ക് അദ്ദേഹം പോകാതിരുന്നതിൻ്റെ കാരണം ഇറ്റ്സ് ഹിസ് ബേബി. ആ ഒരു വൈകാരിക ബന്ധമുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം ചെയ്യാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് അദ്ദേഹത്തിന് പ്രായോഗിക രാഷ്ട്രീയത്തിലുള്ള താല്പര്യക്കുറവുണ്ടായിരിക്കും, ആദർശ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. പിന്നെയാണ് പക്ഷേ അദ്ദേഹത്തെ ചതിക്കുകയാണ് ചെയ്തത്. പിണറായി വിജയനും പാർട്ടിയും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ പോയി മുദ്രാവാക്യം വിളിക്കുന്നവരെ മുദ്രാവാക്യം വിളി ഓരോരുത്തരും പറയുമ്പം എത്ര പേരാ പറയുന്നത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്തുള്ള മെസ്സേജാ. പാർട്ടിക്കകത്ത് നിൽക്കുന്ന CPM-ന്റെ പ്രവർത്തകർക്കിടയിൽ, CPI-യുടെ പ്രവർത്തകർക്കിടയിൽ ഒക്കെ ഇവരോട് പ്രതിഷേധമുണ്ട്. പക്ഷേ സ്റ്റേറ്റ് കമ്മിറ്റി PB തീരുമാനം എടുക്കുന്ന അതിൽ ഇവർക്ക് റോളില്ല. ഇത് എനിക്ക് തോന്നുന്നത് VS-നോട് ചെയ്ത ചതിയെക്കുറിച്ച്, VS എന്തിനാണ് ഒതുക്കിയെന്നുള്ളതിനെക്കുറിച്ച്, VS-നെ എന്തിനാണ് പിന്നെ PB-ന്ന് പുറത്താക്കിയെന്നുള്ളതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും തുടർ ചർച്ചകൾ തെരഞ്ഞെടുപ്പ് വരെ നടന്നാൽ അത് UDF-ന് ഗുണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ പോകുന്നുള്ള വിശ്വാസക്കാരാണ്. അതിനുള്ള ബുദ്ധിയൊന്നും ഏകലും UDF-ന് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒറ്റക്കാര്യം മാത്രം പറയാം. ചരിത്രത്തിന്റെ തങ്കലിപികളിൽ എന്നും VS-ന്റെ സ്ഥാനം ഉന്നതങ്ങളിലായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. മനുഷ്യരുടെ ഹൃദയങ്ങളിലും. യെസ്.